ഒരു തിരക്കാണ് പറഞ്ഞത്. ഇപ്പോൾ ചോദിച്ചപ്പോൾ അടിപൊളി മത്തി കാണില്ല. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല അടിപൊളി കുഞ്ഞമത്തി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞമത്തി, നമ്മുടെ അടിപൊളി സാധനമാണ്, നല്ല കുഞ്ഞമത്തിയാണ്. അപ്പോൾ കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞമത്തി വന്നിട്ട് നമ്മൾ കുറച്ച് എന്താ ചെയ്യണമെന്ന് ഇപ്പോഴത്തെ സെറ്റപ്പിൽ അറിയില്ല. അപ്പോൾ നമ്മളെന്താണെന്ന് പറയുക, ഇപ്പോൾ നേരെയാക്കുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെയാക്കി ഒരാൾ ചുമക്കും. അപ്പോൾ നമ്മൾ നേരെയാക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെയാക്കി അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് മത്തിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി നാടൻ മത്തിയാണ്. നാടൻ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കുഞ്ഞമത്തി എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. നേരെയാക്കാൻ മാത്രം ഇച്ചിരി പണിയുള്ളൂ. കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നേരെയാക്കിയിട്ട് പോകാന്നുള്ള പരിപാടിയിലിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും ഇപ്പോൾ അറിയില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾക്ക് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ നേരെയാക്കൽ പരിപാടി മാത്രം. ഓക്കെ. മോദിയുടെ ക്ഷേമ പെൻഷൻ വെറും 200 രൂപ. LDF സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ 1600 രൂപ. കേന്ദ്രത്തെക്കാൾ ഈശ്വര, അത് നേരെയാക്കി കഴിയുമ്പോഴേക്കും നേരം വെളുക്കില്ല. നമുക്ക് നമ്മൾ വേഗം നേരെയാക്കിയിട്ടേ ഇത് തട്ടല്ലേ, നീ അതിൻ്റെ അടിയിൽ കൂടെ തട്ടിക്കഴിഞ്ഞ് ചോട്ടി വീഴും. ആ വരും ചെറുനാറിയില്ല വന്നു കഴിഞ്ഞു. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ മീൻ കറിക്കായിട്ട് നമ്മൾ കുറച്ച് ഇച്ചിരി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇച്ചിരി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നല്ല മഞ്ഞപ്പൊടിയും ഒക്കെ തിരുമ്പിയിട്ട്. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ മീനിനെ നമ്മൾ വറുത്ത് ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ കുറച്ചുള്ള മീനിനെ നമ്മൾ കുടംപുളിയിട്ട് കറി വയ്ക്കാൻ പോവാണ്. എന്നാൽ പിന്നെ നോക്കാം. നീ മറഞ്ഞ മഴികളിൽ നീറി നീറി നിന്നു പോ. പാട്ട് ഫുള്ളായിട്ടൊന്നും അറിയില്ല, ചുമ്മാ ഞാൻ അങ്ങനെ ഈണത്തിൽ പാടിയതാണ്. പച്ചമുളക് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം,
കുറച്ച് മുളക് പൊടി ഇടാം. ലൈറ്റായിട്ടൊന്ന് ഇറക്കിയിട്ടേ ഒന്ന് സെറ്റാക്കി കൊടുക്കാതെ ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറിക്ക് കുറച്ച് പൊടി ഉപ്പ് കേട്ടോ. ഒന്നിങ്ങനെ ചമ്പത്തിൽ ഇളക്കി കൊടുത്തിട്ടേ ഒന്ന് തിളയ്ക്കാൻ വിടാവേ. അപ്പം നമ്മുടെ മീൻ കറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുടംപുളി ഇടാൻ പോകണം കേട്ടോ. നമ്മുടെ ഈ കുടംപുളിയും കൂടി ഇടാൻ പോവാണ്. കുടംപുളി വാടാ. ഇതിൽ വേറെ രസം ഉണ്ടായിട്ടില്ല ചേട്ടാ. ഇവരെ നമ്മൾ ഒരു വീടാൻ മറന്നുപോയി. ഒരാളും കൂടി ചിരിക്കുന്നു. ഇവനടക്കി ചിരിക്കുന്നു. ഒരു വീടാൻ മറന്നുപോയി പറഞ്ഞപ്പോ അയ്യേ. നമ്മൾ മീനിടാൻ പോകണം കേട്ടോ. മീനിട്ടു. വേറെ വഴിയൊന്നുമില്ല. നമ്മളിങ്ങനെ ഉടായ്പ പരിപാടികൾ ഇങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്തപ്പോൾ ഇടയിൽ അങ്ങോട്ട് മറന്നു പോയതാണ്. അപ്പോൾ നമ്മളിതിൽ ഇട്ടു. നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടേ അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തിളച്ചാൽ മീൻ കറി കിട്ടും. അതെല്ലാം ഉലുവീടുണ്ടല്ലോ, വേണോ? ഞാട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ധൃതിൻ്റെ അടിയിൽ ഉലുവീടാൻ മറന്നു. ശരി പോട്ടെ, കുഴപ്പമില്ല. അപ്പം ഇനി തിളക്കട്ടെ അല്ലേ. ആടാ, അപ്പം നമ്മുടെ മീൻകറി അടിപൊളി സെറ്റായിട്ടുണ്ട് ചേട്ടായിമാരെ. നമ്മൾ സിമ്പിളായിട്ട് വെച്ചാണ്. സത്യം പറയാലോ, ഇത്ര നേരം സിനിമ കണ്ടാണ്. നേരത്തെ വെക്കേണ്ട പരിപാടിയായിരുന്നു. ഞാൻ ചുമ്മാ അസാൾട്ട് കാണിച്ചിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ സിനിമ അങ്ങനെ ആറാട്ട് സിനിമ മോഹൻലാലിൻ്റെ കണ്ടതായിരുന്നു. അതിനിടയിൽ ചാടിപ്പറന്ന് വന്നു, കറിക്കോളമായി. 1-2 സാധനങ്ങൾ ഇട്ടില്ല, ഉലുവ അതുപോലെ എന്തൊക്കെയോ ഇട്ടിട്ടില്ല. ശരി, എന്തായാലും ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കറി. അപ്പോൾ കറി ഏകദേശം അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൽ കഴിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കേ.